നല്ല പടം പഴയ കാലങ്ങളെല്ലാം അതുപോലെ ചടിച്ചു വെച്ചിട്ടുണ്ട്. എങ്ങനെ എല്ലാവരും അഭിനയമൊക്കെ എങ്ങനെ ഉണ്ട് കേട്ടോ? സൂപ്പർ, അടിപൊളി, നല്ല അഭിനയം. വളരെ അടിപൊളിയാണ്. കാരണം പടത്തിൽ എനിക്കൊരു ഭാഗമാകാൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട്. കാരണം 2009 ഷൂട്ട് ചെയ്തതാണ്. ഞാൻ നല്ല ചെറുപ്പമാണ്. അപ്പോൾ എനിക്ക് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. അതുപോലെ എനിക്ക് അറിയാനുള്ള ഒരുപാട് ചേട്ടന്മാരുണ്ട് ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഡാൻസിൽ. ഒരുപാട് സന്തോഷം അവരെ കണ്ടതിൽ. എൻ്റെ ടൈം എല്ലാവർക്കും കണക്ട് ആവും, ഉറപ്പായിട്ടും കണക്ട് ആവും. അടിപൊളിയാണ് പടം. എങ്ങനെയുണ്ട് ബ്രോ പടം? ഓക്കെ, എങ്ങനെയുണ്ട് ബ്രോ? എങ്ങനെയുണ്ട് പടം? നല്ല പടമാണ്. എല്ലാവരും ഭയങ്കര അടിപൊളിയാണ്. പയ്യന്മാരൊക്കെ ഭയങ്കര അടിപൊളിയാണ്. നല്ല അടിപൊളി സിനിമ. എങ്ങനെയുണ്ട് ഡാൻസ് ഒക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി, ഭയങ്കര അടിപൊളി. സൂര്യ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഭയങ്കര അടിപൊളി. വൈബൊക്കെ ആക്ച്വലി എല്ലാം തിരുവനന്തപുരം സ്ലാങ് എല്ലാം ഭയങ്കര അടിപൊളിയാണ്. എങ്ങനെയുണ്ട് പടം? അങ്ങോട്ടേക്ക് പോകാൻ പറ്റും, അത് ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ കുട്ടിക്കാലത്തേക്ക് പോയി. കുട്ടിക്കാലം മീൻസ് ടീനേജ്, ആ ഒരു ടൈമിൽ ഞങ്ങളുടെ കോളേജ് ലൈഫിൽ ഒക്കെ. ഡാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു പിള്ളേരുടെ? എങ്ങനെയുണ്ട് കേട്ടോ? പഴയ കാലം എല്ലാവരും നല്ല സാധാരണ രാജി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത് ഞങ്ങളുടെ നൈബറാണ്. ഞങ്ങളൊരു ബ്രദറിനെ പോലെയാണ്. നല്ല എല്ലാവരും വന്ന് കാണണം. പിന്നെ ഡാൻസേഴ്സിൻ്റെ സ്റ്റോറി ഫുള്ള് പറയുന്ന ഒരു സിനിമയാണ്. നല്ല രസമാണ്. നല്ല എന്ന് വെച്ചാൽ ഹ്യൂമറാണ്, ഫീൽ ഗുഡ് മൂവിയാണ്. എല്ലാവരും കാണും. എങ്ങനെയുണ്ട്? നല്ല പടമാണ്. ക്ലൈമാക്സ് കാലഘട്ടത്തിലോട്ട് പോകും. നമുക്ക് ഓണമൊന്നുമില്ലെങ്കിലും നന്നായിരുന്നു. നല്ല പടമാണ്. എങ്ങനെയാ ചേച്ചി പിള്ളേരുടെ ഡാൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. പടം എങ്ങനെയുണ്ട്? എന്ത് പറയാൻ, ഇങ്ങനെ ഒരു പടം സിനിമ ഈ ഇടക്കാലത്ത് മലയാളത്തിൽ വന്നിട്ടില്ല. ഒറിജിനൽ ആയിട്ടൊരു സിനിമ. അവസാനം ക്ലൈമാക്സിലൊക്കെ ഇമോഷൻസ് ഡയലോഗ്സ് എന്നൊക്കെ പറഞ്ഞ് വളരെ വളരെ ടച്ച് ചെയ്യുന്ന മൂവി എന്ന ഡയലോഗ്സാണ്. പിന്നെ സിനിമ തുടക്കം മുതൽ അവസാനം വരെ ഒരു നിമിഷം പോലും കണ്ടുകൊണ്ടിരിക്കുന്നത് ബോറില്ല. എൻ്റർടൈൻമെൻറ്റ്, ഇമോഷൻസ്, ലൈഫ്, റിയാലിറ്റി എല്ലാം കൂടെ വന്ന് ഇങ്ങനെ ഒരു സിനിമ ഇടയ്ക്കലും ഞാൻ മനഃപൂർവ്വം പൊക്കി പറയുന്നതല്ല, സത്യം പറയുകയാണ്. ഇങ്ങനെ ഒരു സിനിമ ഇടക്കാലത്ത് ഇറങ്ങിയിട്ടില്ല. അമേസിങ്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഈ സിനിമ ഇത്രയും മനോഹരമായ ഒരു സിനിമയാണെന്ന് ഞാൻ വളരെ ഇമോഷണലായിട്ടാണ് അവസാനം ക്ലൈമാക്സ് കണ്ടത്. ഫിലിം കൊള്ളാൻ നന്നായിട്ടുണ്ട്. അതിൽ അപ്പുക്കുട്ടൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത അപ്പു ആശാരി എൻ്റെ ഫ്രണ്ടാണ്. അങ്ങനെയുള്ള സിനിമ ആയതുകൊണ്ട് കാണാൻ വന്നതാണ്. കണ്ടപ്പോൾ കൊള്ളാം. പിന്നെ നമ്മുടെയൊക്കെ പണ്ടാണെങ്കിൽ നമ്മൾ ഇതേപോലെ ഓരോ സ്റ്റേജ് കിട്ടുമ്പോഴത്തേക്കും ഡാൻസ് കളിക്കാൻ പോകുന്ന ആ ഒരു നൊസ്റ്റയൊക്കെ നമുക്ക് നല്ല ഫിലിം കൊള്ളാം. ഡാൻസ് ഒക്കെ നൈസായിട്ടുണ്ടായിരുന്നു കേട്ടോ. കൊള്ളാം, നല്ല നല്ല മൂവി.